പക്ഷെ വീട് കണ്ടപ്പം എനിക്കിത് എന്തായാലും എടുക്കണം എന്ന് തോന്നി. ഞാൻ അത്രയും സ്പെഷ്യലായിട്ട് ഇന്റീരിയർ ഒക്കെ ചെയ്ത് കാത്തുന്നില്ല. ഞങ്ങളെ ഒന്ന് കാത്തു നിൽക്കട്ടാ. ഇനി ഞങ്ങൾക്ക് ഫോട്ടോഷൂട്ടിന് വേറെ സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. നല്ല ലൊക്കേഷൻ. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ ജംഷി കുട്ടിമാരുടെ കല്യാണം കഴിഞ്ഞത്. അപ്പൊ ഞങ്ങൾ കുട്ടികൾ ഏകദേശം ഒരേ പ്രായത്തിലാണ് ജംഷി കഴിഞ്ഞിട്ടോ. കിച്ചൺ മാത്രമല്ല, മൊത്തം വീട് മൊത്തം അടിപൊളി, കുറച്ച് ഭയങ്കര ഡിഫറെന്റ് ആണ്. അതായത് പുറത്തുനിന്ന് കുറെ വീഡിയോ, പക്ഷെ അതിന്റെ ഉള്ളിൽ എന്താ നമുക്ക് അറിയണമല്ലോ. നമ്മൾ ആലോചിക്കും ഈ വീടിന്റെ അകത്ത് എങ്ങനെയായിരിക്കും എന്നൊക്കെ ആലോചിക്കാറുണ്ട്. അവള് തിരുമ്പി ക്ഷീണിക്കുമ്പോഴേ ഉമ്മതാക്കും കുട്ടിമാർക്കും ആടാൻ വേണ്ടിട്ട് ഊഞ്ഞെടുക്കാൻ കഴിഞ്ഞു. അപ്പൊ അന്ന് മുതലേ ഞങ്ങൾ ഈ ഏരിയയിലുള്ള പുതിയ മരുമക്കളായിരുന്നു. വീടൊക്കെ കേട്ടിട്ട് ശരിക്കും അത്ര ലക്ഷ്മി ആയപ്പോ ഒന്നും ഓർമ്മയില്ല. ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ വീടിന്റെ ആ മതിലിന്റെ അവിടെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ അങ്ങനെ നല്ല അടിപൊളി വീട് വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ. ഒരു ഡ്രീം ഹോം തന്നെ അൽഹംദുലില്ലാ അതുപോലെ തന്നെ ഉണ്ടാക്കി. ഹലോ, അപ്പോഴേ ഇന്ന് ഞങ്ങളുടെ പരിപാടി എന്താണെന്ന് അറിയാം. ഞങ്ങൾ മഞ്ഞക്കിളി നീലക്കിളി ഒക്കെ ആയിട്ട് നിൽക്കുന്നത് എന്തിനാ? ഡയലോഗ് പറഞ്ഞു. അപ്പോഴേ ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങോട്ട് വന്നപ്പം ഞങ്ങളുടെ തൊട്ട അയൽവാസി എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളൊരു കുടുംബം പോലെയാണ്. അപ്പം അവിടുത്തെ വീടിരിക്കലുണ്ടായിരുന്നു കേട്ടോ. അന്ന് എനിക്ക് നല്ല ചുമയും പനിയും ആയതുകൊണ്ട് വീഡിയോ മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അതെ, ഹലോ ക്യാമറമാൻ ഒന്ന് ഞാൻ ആടിക്കോളാം, നീ ആടണ്ട. ഓക്കെ. അപ്പോഴേ അന്ന് എനിക്ക് മര്യാദക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷെ അത് എടുക്കണ എന്തിനാന്നറിയോ, ഭയങ്കര അപ്പുറത്തെ ആളുകളൊക്കെ ഓടും മൂത്തിച്ച. അപ്പോഴേ അന്ന് ആ വീടിരിക്കലും മര്യാദക്ക് എടുക്കാൻ പറ്റില്ല. അത് കാണേണ്ട വീടാണ്, ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വീടാണ് കേട്ടോ. ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ തൊട്ട അയൽവാസി ഞങ്ങൾ ഉമ്മുത്താത്തയാണ്. ഉമ്മുത്താത്തൻ്റെ മൂത്ത മോൻ ജംഷി എല്ലാവരുടെയും ഫ്രണ്ടായിട്ടുണ്ട്. ഷാജിൻ്റെയും ബാബോക്കുൻ്റെയും എല്ലാവരുടെയും ഫ്രണ്ടും ആണ്. പിന്നെ ഫ്രണ്ടൊന്നും പറയാൻ പറ്റില്ല, ഞങ്ങളുടെ സ്വന്തം ഫാമിലി പോലാനാണ്. വീട് ഞാൻ കാണിച്ചത് തൊട്ട് നമ്മളുടെ മതിലിന്റെ ബാക്കിലാണ് കേട്ടോ. അപ്പൊ അന്ന് എനിക്ക് മര്യാദക്ക് അവർ വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷെ വീട് കണ്ടപ്പം എനിക്കിത് എന്തായാലും എടുക്കണം എന്ന് തോന്നി. ഞാൻ അത്രയും സ്പെഷ്യലായിട്ട് ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു വീടാണ്. ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും ഭംഗിയുള്ള വീട് നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് എന്തായാലും ഒന്ന് എടുക്കണം എന്ന് തോന്നിട്ടോ. അപ്പൊ ഞങ്ങളൊന്ന് വിരുന്ന് പോവാം. കുട്ടിമോളെ ഞങ്ങളവിടെ നട്ടുച്ചക്കാണ് പോണത്. മിനി ഫുഡ് കഴിച്ചിട്ട് കിടന്നിട്ടുണ്ട്, അതുകൊണ്ട് ഓളെ കിട്ടിയില്ല. കുഞ്ഞുമോൾക്ക് ഇന്ന് ഉച്ചവരെ ഡ്യൂട്ടി ഉള്ള വന്നിട്ടുണ്ട്, പക്ഷെ വീട്ടിൽ വരുമെന്ന് അറിയില്ല. എന്തായാലും ഞങ്ങൾ എന്നാലും വിരുന്ന് പോകണം. നട്ടുച്ചക്ക് ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ട് പോവാണല്ലേ. ഞങ്ങളെ കുട്ടികളെ കൂട്ടാതെ പോകാനുള്ള പ്ലാനാണ് കേട്ടോ. കുട്ടികളെ കൂട്ടി പോയിട്ടുണ്ടെങ്കിലേ അവിടെ ഒരുപാട് സാധനങ്ങൾ, ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അതൊക്കെ എടുത്ത് അവർ കളി തുടങ്ങും. പിന്നെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ പിന്നെ ഫുൾ ഓടിക്കളിയായിരിക്കും. ഇത് ചുളിവിലും മുല്ലിനും റോസിനെയും സൂട്ടിനെയും ഒരുവിധം ഇവിടെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ട്രെയിലാണ് കേട്ടോ. അവർ കാണാതെ പോകാൻ വേണ്ടിയിട്ട്. ഈവനിങ് ആവാതെ പുറത്തിറങ്ങാറേ ഇല്ല കേട്ടോ, കാരണം അത്രയും വെയിലും ചൂടുമല്ലേ. രാവിലെ 10 മണി തൊട്ട് തുടങ്ങും വെയിൽ. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ആലോചിക്കാറുണ്ട്, ഈ കോളേജിൽ പോകുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ ബസ്സിൽ പോകുന്നത് കാണുമ്പം എങ്ങനെയാണ് അവർക്ക് ശീലമായി ഉണ്ടാവും കേട്ടോ ഡെയിലി പോയിട്ട് ആ ചൂട് കൊണ്ടിട്ട്. നമ്മൾ ഈ വെയിൽ കൊള്ളാത്തോണ്ട് എപ്പോഴെങ്കിലും പുറത്തിറങ്ങുമ്പോഴത്തേനും ആകെ ആ ചൂട് സഹിക്കാൻ വയ്യ. ഇപ്പൊ എല്ലാവർക്കും പരസ്പരം കാണുമ്പോൾ പറയാനുള്ളൊരു കാര്യമാണ്, ഭയങ്കര ചൂടില്ലേ കാരണം അത്രയും ടോപ്പ് ചൂടാണ് ഇപ്പൊ നമുക്ക്. ഈ ചൂടത്ത് മുഖം കരിവാളിക്കുന്നതും ടാന് വരുന്നതൊക്കെ ഉള്ള പ്രശ്നമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ എല്ലാവരുടെയും ഷോർട്സിലും വീഡിയോസിലും ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഞാനും ഒന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ആദ്യം ഇങ്ങനെ ഐസ് ക്യൂബ് മുഖത്ത് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും ഐസ് ക്യൂബ് കൊണ്ടൊന്ന് മസാജ് ചെയ്യാറുണ്ട്. അത് ചിലപ്പോൾ ഞാൻ രാവിലെയൊക്കെ ആണെങ്കിലും ഉച്ചക്ക് ഉറങ്ങി നീച്ചിട്ടാണെങ്കിൽ നമ്മൾ കണ്ണിനൊരു പഫ്നെസ് ഉണ്ടാവില്ല, അങ്ങനെ ഉറങ്ങി നീച്ച പോലത്തെ ലുക്ക്, അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഐസ് ക്യൂബ് കൊണ്ട് മസാജ് ചെയ്യുമ്പോൾ, അതുപോലെ മേക്കപ്പ് ഒന്നുകൂടി കുറെ നേരം ലാസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഐസ് ക്യൂബ് കൊണ്ട് മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും എനിക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. അതായത് ഐസ് ക്യൂബ് തേക്കുന്നതിനേക്കാളും ഇങ്ങനെ ഒരു പാക്ക് പോലെ ഉണ്ടാക്കി ക്യൂബാക്കി വെച്ചിട്ട് അതുകൊണ്ട് തേക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തെ ടാനും കരിവാളിപ്പൊക്കെ പോകുന്നൊക്കെ കുറെ വീഡിയോസിൽ കണ്ടുട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് തോന്നി. അപ്പോൾ ഞാനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആപ്സ് ഗുഡ്നെസിന്റെ ബീട്രൂട്ട് പൗഡറും അലോവേര ജെല്ലും, അതുപോലെ അതിന്റെ തന്നെ 100% പ്യൂർ റോസ് വാട്ടറും ഉണ്ട് കേട്ടോ. അതിൽ ഞാൻ ഇതുപോലെ ഇന്നലെ പാക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെ എങ്ങനെയാണ് ഈ പാക്ക് ഉണ്ടാക്കി ഐസ് ക്യൂബ് ആക്കി എടുത്തു വെച്ചെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മുടെ ആപ്സ് ഗുഡ്നെസിന്റെ ബീട്രൂട്ട് പൗഡർ ഇങ്ങനത്തെ പാക്കിങ്ങിലാണ്, സിപ്പ് ലോക്ക് കവറിലാണ്. അതുകൊണ്ട് നമുക്ക് പൗഡർ എടുത്തു കഴിഞ്ഞിട്ട് ഇതേ പാക്കിങ്ങിൽ തന്നെ ഇതിങ്ങനെ സേഫ് ആക്കി വെക്കാം, കട്ട പിടിക്കൊന്നുമില്ല കേട്ടോ.
അതുപോലെ അലോവേര ജെല്ലാണെങ്കിലും നമുക്ക് അപ്പം നമ്മുടെ വീട്ടിൽ കറ്റാർവാഴ ഉണ്ടെങ്കിലും അതിന്റെ ജെല്ലെടുക്കലൊക്കെ ഭയങ്കര റിസ്ക് അല്ലേ. അപ്പം ഇത് നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആവുന്നത്. അതുകൊണ്ട് പാക്കൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര സുഖമാണ്. അതുപോലെ റോസ് വാട്ടറിനും നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും തിരക്കല്ലേ, ജോലിയാണെങ്കിലും ഓരോരോ കാര്യങ്ങളിൽ തിരക്കില്ല. അപ്പൊ ഒരു പാക്ക് ഉണ്ടാക്കി തേക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്, നമുക്ക് ഭയങ്കര മടിയായിരിക്കും. അപ്പൊ ഇതുപോലെ നമ്മൾ ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ഐസ് ക്യൂബ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാക്ക് യൂസ് ചെയ്യേണ്ട സമയത്ത് ജസ്റ്റ് ഈ ക്യൂബ് വെച്ച് നന്നായിട്ട് മസാജ് ചെയ്താൽ മതിയാവും കേട്ടോ. ഇപ്പൊ ഈ കോളേജിൽ ഞാൻ പറഞ്ഞ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ വെയിലത്തൊക്കെ പോയി വരുന്ന സമയത്ത് തന്നെ മുഖം ജസ്റ്റ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഈ ക്യൂബ് വെച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോഴൊക്കെ ശരിക്കും നമ്മൾ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ എന്തായാലും അപ്ലൈ ചെയ്യണം. പക്ഷെ അത് ഈ 2 മണിക്കൂർ കൂടുമ്പോൾ റീ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പുറത്ത് വരുമ്പോൾ ഈ മുഖത്ത് ഭയങ്കര ടാനൊക്കെ വരുന്നത്. അപ്പൊ എന്തായാലും അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഐഡിയ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഞാനിത് കുറച്ച് തിക്കനായിട്ട് ഒരു ഫേസ് പാക്ക് പോലെയാണ് ക്യൂബ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അങ്ങനെയുള്ളത് ബീട്രൂട്ട് പൗഡർ വളരെ കുറച്ചിട്ടിട്ട് നമുക്ക് അലോവേര ജെല്ലും റോസ് വാട്ടറും കുറച്ച് അധികം ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഐസ് ക്യൂബ് പോലെ ലേറ്റ് ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു ഐസോട് നമ്മൾ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അപ്പൊ തന്നെ ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടും കേട്ടോ. പെട്ടെന്ന് ഈ വെയിലത്തൊക്കെ പോയി വരുമ്പോൾ തന്നെ ആകെ മുഖം കരിവാളിച്ചിട്ടുണ്ടാവില്ലേ, അപ്പൊ തന്നെ എടുത്ത് നമ്മൾ മസാജ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ വെച്ച് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ മുഖത്തിന്റെ ആ ഒരു ടാന് പോയത് നമുക്ക് ശരിക്കും കാണും. നമ്മൾ കയ്യിലും ഒക്കെ മസാജ് ചെയ്യാം കേട്ടോ. അപ്പൊ എന്തായാലും ഈ ചൂടത്തി ഒരു കരിവാളി പിന്നെ ടാനിന്റെ ഒക്കെ പ്രശ്നമുള്ളത് എന്തായാലും ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കി നോക്കും കേട്ടോ. വാങ്ങാനുള്ള ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ പോയി നോക്കി നോക്കട്ടെ. ഇന്നത്തെ കുട്ടികൾ ഒരു സെറ്റ് ആക്കിയിട്ടുണ്ട് തോന്നുന്നു, ഒച്ചൊന്നും കേൾക്കാനില്ല. അപ്പൊ ഇനി പോയിട്ട് അടിപൊളി നമ്മൾ ജംഷീഡ് അടിപൊളി വീടിന്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട്, വെറൈറ്റി വീടാണ്, വെറൈറ്റി ഇന്റീരിയറിംഗ് ആണ്. ഇങ്ങനെ വീടൊക്കെ വെക്കാൻ പോകുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആവും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ വീടിന്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് കേട്ടോ ഈ വീട്. അതായത് ഒരു മതിലിന്റെ അപ്പുറത്ത് തന്നെയാണ്. ഇതാണ് പുതിയ വീട്. ഇവരുടെ ആദ്യത്തെ വീട് തറവാടാണെങ്കിലും ഇത് ഈ കോമ്പൗണ്ടിൽ തന്നെ, രണ്ടും ഇതുപോലെ ഒരു കോമ്പൗണ്ടിലാണ് കേട്ടോ. മൂത്താത്തേക്ക് 3 മക്കളാണ്. മൂത്ത ആള് പൂവി ഇക്കാന്റെ ഫ്രണ്ടാണ്. അതുപോലെ പിന്നെ ജംഷി, പിന്നെ ജസീൽ. ഇത് ജംഷി വെച്ച പുതിയ വീടാണ് കേട്ടോ. എല്ലാവരും കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി സുഖമായിട്ട് ജീവിക്കണു. ഇനി ഞാൻ ഈ വീടിന്റെ അകത്തുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. വീട്ടിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ആ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഒരു റിസോർട്ടിന്റെ ലോബിയിലൊക്കെ പോകുന്ന പോലാണ്. പ്രത്യേകിച്ച് എടുത്തു പറയുന്നതിന്റെ കളർ കോമ്പിനേഷൻ തന്നെ കേട്ടോ. അതായത് ഈ ബ്ലൂ, വൈറ്റ്, ഗ്രേ, ഗോൾഡൻ ഈ ഒരു കളർ തീമിൽ ചെയ്തുകൊണ്ട് തന്നെ ഒന്നുകൂടി ഭയങ്കര അട്രാക്റ്റീവ് ആണ് ഈ ഒരു മൊത്തം ഏരിയ കാണാൻ തന്നെ. എല്ലാം ഇങ്ങനെ വാൾ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് ഓപ്പൺ കൺസെപ്റ്റിലാണ് കേട്ടോ വീട് ചെയ്തിട്ടുള്ളത്. അതുപോലെ താഴെ ഒരു മാസ്റ്റർ ബെഡ്റൂമും ബാക്കി 3 ബെഡ്റൂമുകളും മുകളിലാണ് കേട്ടോ. പകൽ സമയത്ത് പിന്നെ വീടിന്റെ അകത്ത് ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, നല്ല വെളിച്ചമുണ്ട്. വീടിന്റെ ഓരോ ഭാഗത്തും ഇതുപോലെ ഇങ്ങനെ ഓപ്പണിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൂഫിലും ഇതുപോലെ ഒരു ഗ്ലാസിന്റെ ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ. മെയിൻ ഹാളിൽ നിന്ന് ഈ ഓപ്പൺ കിച്ചണിലേക്ക് ഇതുപോലെ ഒരു പാസേജ് ഉണ്ട് കേട്ടോ. അതും ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്. അവിടെ ഒരു ഇൻഡോർ ഗാർഡൻ ചെയ്യാനുള്ള പ്ലാനിലാണ് കേട്ടോ. കിച്ചൺ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കിച്ചൺ മാത്രമല്ല മൊത്തം വീട് മൊത്തം അടിപൊളിയാണ്. കുറച്ച് ഭയങ്കര ഡിഫറെന്റ് ആണ്. അതാ ഞാൻ പറഞ്ഞു സ്പെഷ്യൽ ആയിട്ട് വീട് കാണിച്ചു തരാന്ന്. അപ്പോഴേ ഇതിന്റെ ഇന്ത്യയിൽ മൊത്തം സമ്മത് ഇവരുടെയൊക്കെ ഫ്രണ്ട്സ് ആണ് അല്ലേ? അതൊക്കെ നമുക്ക് എപ്പോഴും സമ്മത് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോഴേ അവരുടെ ഇൻഡോമേജ് ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ പേരല്ലേ, A to Z അവരാണ് ഈ സാധനങ്ങളൊക്കെ എടുക്കാൻ റൂമിനായാലും അടുക്കളയായാലും ഈ കളർ കോമ്പിനേഷൻ, ഈ ബ്ലൂ ഇതൊക്കെ അതൊക്കെ അടിപൊളി. ആ കളർ കോമ്പിനേഷൻ ആണ് ഈ വീടിന്റെ ഒരു വേറെ അല്ലേ, ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ അടുത്ത് നമ്മള് കുറെ വീടുകളിൽ പോയത് ഇത്ര നല്ലൊരു ഡിസൈൻ ചെയ്ത വീട് കണ്ടില്ല. സത്യമല്ലേ? പുറത്തുനിന്ന് കുറെ വീഡിയോ, പക്ഷെ അതിന്റെ ഉള്ളിൽ എന്താ നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ ആലോചിക്കും ഈ വീടിന്റെ അകത്ത് എങ്ങനെയായിരിക്കും എന്നൊക്കെ ആലോചിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ തൊട്ടടുത്ത് തന്നെ
ആ ഒരു നമ്മൾ കാണാൻ കൊതിക്കുന്ന തരത്തിലുള്ള ഡിസൈനുകൾ ഒരു വീട് കിട്ടും. ഒക്കെ പറഞ്ഞാലോ കുട്ടിമാളെ അതിനെ കുറച്ച് അധികം ക്യാമറമാനൊക്കെ വെള്ളം വീഡിയോ എടുത്ത മുഴുവൻ ഞാൻ ഡിലീറ്റ് ആക്കൂട്ടോ. ജ്യൂസ് വന്നപ്പോ വേഗം ക്യാമറമാൻ ഓടി ഒരു ഗ്ലാസ് വെള്ളം കണ്ടപ്പോ ക്യാമറ അവിടെ ഇട്ട് പാഞ്ഞു വന്ന് കുടിക്കാം. ഇതിനാ വന്നത് ആക്ച്വലി ഇതായിരുന്നു എന്റെ ഉദ്ദേശം. ഈ ഷൂട്ടിങ്ങിന് വെച്ച സാധനം മുഴുവൻ എടുക്കല്ലേ. അവിടെ കുറച്ച് നട്സ് നീ കണ്ടിട്ടുണ്ട് എനിക്കറിയാം. വാഷ് ബേസ് ഒക്കെ നമുക്ക് നല്ല രസമുണ്ടല്ലേ, വെറൈറ്റി എല്ലാം മാച്ച് ആണ് കേട്ടോ. ഒരു ഇന്റീരിയർ ചെയ്യുമ്പോൾ അങ്ങനല്ലേ, ഒരു ചിത്രത്തിന്റെ ഇങ്ങനെ മുറിച്ചെടുത്ത പോലെ എല്ലാം ഒന്നും ഇവിടുന്ന് അങ്ങോട്ട് കൂടെ മാറ്റാനില്ല. പിന്നെ ഇവിടെ സ്വിച്ച് ബോർഡൊക്കെ ഡിജിറ്റൽ സ്വിച്ച് ബോർഡ് ആട്ടോ കേട്ടോ. ആഹാ എന്ത് സുഖം സ്വിച്ച് ബോർഡൊക്കെ. ഇതാണ് കേട്ടോ ഈ വീട്ടിലത്തെ മാസ്റ്റർ ബെഡ്റൂം. ഈ മാസ്റ്റർ ബെഡ്റൂമിലും അതുപോലെ നമ്മുടെ ഹാളിലത്തെ വാളിലും ആണ് ഈ ഒരു സ്മൂത്തി ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു വാളില് അത് ഭയങ്കര രസമായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസോർട്ടിന്റെ ആംബിയൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇതുപോലത്തെ ലക്ഷറീസ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ റിസോർട്ടിലേക്കാണ് അധികം പോവാറ്. എനിക്കിവിടെ വന്നപ്പോൾ തൊട്ട് ആ ഒരു ഫീലാണ് റിസോർട്ടിൽ പോയ പോലെ. ഇത് ഈ വീട് പോലെ തന്നെ പരിചയപ്പെടുത്തേണ്ട ആളാണ് കേട്ടോ. വീട്ടിലത്തെ ഒരേ ഒരു പെങ്ങളാണ്, ജംഷിന്റെ പെങ്ങളാണ്. പിന്നെ ബാബുവിന്റെ ബാല്യകാല സഖിയാണ്. അവരടുത്തടുത്ത വീടുകളിൽ ഒരുമിച്ച് പഠിച്ചു വളർന്ന ആൾക്കാരാണ് അല്ലെ. ബെസ്റ്റ് ഫ്രണ്ട് ആണ് ജസീന. ഇത് നമ്മുടെ ജംഷിന്റെ മൂത്ത മർജിന ഫാത്തിമ. അസ്ലുവിന്റെ സെയിം പ്രായം കേട്ടോ. ഇതിന്റെ ഇടയിൽ ഇസുവിന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, നിയമോളുണ്ട്. ഇതാണ് ചെറിയ ആള്. എന്നാൽ എമീൻ മാലിക് അല്ലെ. അത് നമ്മുടെ വീടിന്റെ പേര് ഞാൻ കാണിച്ചു. മാലിക് മൻസൂർ എന്നാണ് വീടിന്റെ പേര് അല്ലെ. ഇതാണ് ആ താരം. ഞങ്ങളെ നമ്മുടെ കല്യാണം എന്താ കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞായിരുന്നു. കിറ്റി കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ ജംഷി കുട്ടിമാരുടെ കല്യാണം കഴിഞ്ഞത്. അപ്പൊ ഞങ്ങൾ കുട്ടികൾ ഏകദേശം ഒരേ പ്രായത്തിലാണ് ജനിച്ചത് അല്ലേ. ഇതിന് 10 വയസ്സല്ലേ. ഇവർ രണ്ടാളും ഒരേ പ്രായമാണ്. അതുപോലെ ഐസോട്ടിനും ഇത് നീയക്കുട്ടി ഫുൾ വരുന്ന നീയക്കുട്ടി അതാ വരുള്ളൂ കേട്ടോ. വയല് ഇവർ രണ്ടാളും ഇതുപോലെ ഒരേ പ്രായത്തിൽ മാസങ്ങൾ വ്യത്യാസമുണ്ട്. പിന്നെ ഈ പെരുന്നാളിന് വെയിലുണ്ടാവട്ടെ ഈ സ്ഥലത്തുനിന്ന്. ഒന്നല്ല ഒന്നിലധികം വെയിൽ. എല്ലാവരും ഇവിടെ തന്നെ ഇങ്ങനെ. ഇവിടെ 3 റൂമാണ് അല്ലേ. 3 റൂമും അവിടെ ഒരു ബാൽക്കണി ആയിട്ടുള്ള ബാൽക്കണി കാണിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. എന്നാൽ രാത്രി പോയപ്പോഴേ ഗ്രിൽസ് നല്ല രസമുണ്ടായിരുന്നുണ്ട്. ഇത് മുതാത്ത റൂം. അത് ഇവരെ മണ്ണ റൂമാണ് അല്ലേ. ഇപ്പാന്റെ മണ്ണ റൂമാണ്. മണ്ണറ്റല്ല. ഒരു റിസോർട്ടിലേക്ക് പോയിട്ട് റൂം തുറക്കുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടുന്നു തുറന്ന പോലെ. ഈ മൊത്തം ആംബിയൻസ് കാണുമ്പോൾ എന്തായാലും ഇൻഡോമേജ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇൻഷാല്ല വീട് പണി ഉണ്ടാകുമ്പം ഇന്റീരിയർ ഡിസൈനിങ് ഇൻഡോമേജിനെ വെച്ചിട്ട് തന്നെ ചെയ്യണം. കാരണം അത്ര അടിപൊളിയായിട്ടുണ്ട് ഓരോന്നും. അപ്പം ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതും അതായത് കസ്റ്റമർ അത്രയും കോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് അവർക്ക് അവരുടെ മുഴുവൻ കഴിവുകളും പുറത്തെടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. എപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പോൾ അവർക്കൊരു മൈൻഡ് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാമല്ലോ. അപ്പം അതിൻ്റെ എല്ലാ ഭംഗിയും അല്ലെങ്കിൽ എല്ലാ അട്രാക്ഷനും ഈ വീട്ടിൽ കംപ്ലീറ്റ്ലി കാണാൻ പറ്റും കേട്ടോ. ഇത് അവരെ റൂമാണ്. ജിനുമോളി നിയമോളി റൂമാണ് അല്ലേ. നമുക്ക് ഇതുപോലെ ഒരു വീട് മൊത്തം ഇന്റീരിയർ ചെയ്യാൻ മാത്രമല്ല, ഇപ്പൊ നമുക്ക് നമ്മളെ കിച്ചൺ ഒന്ന് അടിപൊളിയാക്കണമെങ്കിൽ, ഇതുപോലെ അടിപൊളി റൂം സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള സർവീസുകളും ഇൻഡോമേജ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർക്ക് പെരിന്തൽമണ്ണയും കോയമ്പത്തൂരായിട്ട് 2 ബ്രാഞ്ചുകളാണ് ഉള്ളത്. ഇത് ഗസ്റ്റ് റൂമാണ്. ഇത് ഗസ്റ്റ് റൂമാണ്.
നമ്മളെ ഉമ്മദാത്താന്റെ വീട് നമ്മളെ ഇവരെ തറവാട് തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ. ഒരു കോമ്പൗണ്ടിലാണ് മുറ്റൊക്കെ ഒന്നാക്കി ഒരുപോലെ ആയി അല്ലേ. ഞാനിപ്പോ ഈ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ നമ്മളെ ആദ്യത്തെ മുറ്റപ്പ് ഏതാന്ന് മനസ്സിലാവണോ, എല്ലാം ഒരുപോലെ ആക്കിയിട്ട്. രാത്രി ഭയങ്കര രസമാണ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട്. അന്ന് ഹൗസ് വാമിങ്ങിന് അന്ന് അവിടെ നിന്ന് നോക്കുമ്പോഴേ ഭയങ്കര രസം, ഫുൾ ലൈറ്റിൽ കാണാൻ വേണ്ടിട്ട്. അതിനിടയ്ക്ക് കുട്ടികൾ വന്ന് ഞങ്ങൾ ഹോം ടൂർ എടുക്കുമ്പോൾ ഇതാണ് ഇവിടുത്തെ ബാൽക്കണി കേട്ടോ. അപ്പം ഇവിടെ വാഷിംഗ് മെഷീനും പിന്നെ തുണികൾ ഉണക്കാനുള്ള സ്ഥലമൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ വേണമെങ്കിൽ ഒരു ഭാഗത്ത് തിരുമ്പിട്ട് ക്ഷീണം വരുമ്പം ഉണങ്ങാനുള്ള ടൈം വരെ അവിടെ ഊഞ്ഞാണെല്ലാം ഇരുന്ന് ആടാനുള്ള എനിക്ക് നീ നമുക്ക് കാണുമ്പോൾ തിരുമ്പി ക്ഷീണിക്കുമ്പോഴേ മുന്നോട്ടേക്ക് കുട്ടിമാർക്ക് ആടാൻ വേണ്ടിട്ട് ഇവിടെ ഊഞ്ഞാലൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കുട്ടികളുടെ കണ്ണ് വെട്ടിച്ച് പോകുന്നതാണല്ലോ. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് ഇപ്പം എല്ലാവരും ഇവിടെ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഓടിക്കളിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റോറേജ് പിന്നെ അടിപൊളിയാണ്. എല്ലായിടത്തും അല്ലേ ഫുള്ള് സ്റ്റോറേജുകളാട്ടോ. ഈ ഡോറുകളൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ലേ? ഇവിടെയും എല്ലായിടത്തും എവിടെ നോക്കിയാലും സ്റ്റോറേജ് യാത്ര കുറവില്ല. വീട്ടിലേക്ക് കഴിഞ്ഞിട്ടേ അസുട്ടം വന്നിട്ട് വായതുപോലെ സംസാരിച്ചിട്ട് ഈ സിംഗിനെ പറ്റിട്ടായിരുന്നു. ഇത് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കണ്ടിട്ട് അവന് ഭയങ്കര ഇഷ്ടം. എന്താ പറയാ കുട്ടിമോള് പാത്രമൊക്കെ ഇപ്പൊ ജഗജഗാന്ന് വെച്ച് കഴിയും. പാത്രം കഴുകാനില്ലേ എന്നാണ് ചോദിക്കാറുള്ളൂ. ഇപ്പൊ ഇത് ഇങ്ങനെ ഇതാക്കാം, നമുക്ക് അതിന്റെ സ്റ്റീൽ ഇങ്ങനെ അതുപോലെ നമുക്ക് ഇത് എങ്ങനെയെങ്കിലും മാറ്റി പിടിച്ച് കഴുകണമെന്നുണ്ടെങ്കിൽ സിങ്കിന്റെ പേര് പ്രൊമോഷൻ നല്ലത്. സിങ്ക് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. നമുക്ക് ഇത് പച്ചക്കറി ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് കഴുകില്ലേ, അപ്പോഴും നമുക്ക് ഇത് ഇതുപോലെ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതെന്താ സംഭവം? ഇത് ഗ്ലാസ് ഗ്ലാസ്സിലെ സന്തോഷം. അതേപോലെ നമുക്ക് ഇവിടെ ഇങ്ങനെ കഴുകാം അല്ലേ. ചെറിയ വാട്ടർഫോൾസ് അടിപൊളി വാട്ടർഫോൾ. ഇവിടെ നമുക്ക് സ്ക്രബ്ബർ ഇതിലാണ് വെച്ചിട്ട് ലോഷൻ അല്ലേ. ഇതിലൊഴിച്ചെടുക്കാം. ഇത് നിങ്ങൾ പറഞ്ഞിട്ടാണോ ഇതൊക്കെ വാങ്ങിച്ചതാണല്ലേ? ഭാര്യയും ഉമ്മയൊക്കെ നല്ല സന്തോഷത്തോടെ പാത്രം പെങ്ങൾ കയറുണ്ടോ? പെങ്ങന്മാരൊന്നും പാത്രം കേൾക്കാറില്ല. ഇപ്പൊ പെങ്ങള് വരെ പാത്രം കഴുകുന്നതാണ് സിങ്ക് വന്നപ്പോ. എല്ലാം ലേറ്റസ്റ്റ് മോഡൽ. ആളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. മെയിൻ ഹീറോ വരട്ടെ. മെയിൻ ഹീറോ വന്നിട്ടില്ല, വീടിന്റെ ലാസ്റ്റ് വരുള്ളൂ. ഓർമ്മക്കായിട്ട് എന്താ പറഞ്ഞോളൂ. സെക്യൂരിറ്റി സിസ്റ്റം അല്ലേ? കാരണം ഡോറൊക്കെ ഡിജിറ്റൽ ലോക്ക് ആണല്ലേ. വീടിന്റെ ഏത് ഡോറും ലോക്ക് ചെയ്യാതിരുന്നാലും നമ്മള് ഓരോ ഡോർ ലോക്കും തുറക്കുമ്പോഴും ഇവിടെ ഡോറ് തുറന്നപ്പോഴാണ് അവിടെ അത് നമ്മള് മോളത്തെ പുറത്തേക്കുള്ള ഏത് ഡോർ തുറന്നാലും ഇവിടെ സൗണ്ട്. ഡോർ അടച്ചിട്ടില്ലെങ്കിലും അത് അടച്ചിട്ടില്ലെങ്കിൽ നമ്മളത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് റെഡ് സിഗ്നൽ കാണാൻ പറ്റും. ഹൈടെക്. പിന്നെ മറ്റേ ബിന്ദുമണിക്ക് പറഞ്ഞ 50 ഇഞ്ച് ടി വി ഉണ്ട് കേട്ടോ. 50 ഇഞ്ച് മതിയോ? ഞങ്ങളിങ്ങനെ പറയുന്നു പണ്ട് ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട്, അതായത് ഞാൻ പറഞ്ഞിട്ട് ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ജംഷന്റെ കല്യാണം കഴിഞ്ഞത്. അപ്പൊ അന്ന് മുതലേ ഞങ്ങൾ ഈ ഏരിയയിലുള്ള പുതിയ മരുമക്കളായിരുന്നു അല്ലേ? നിനക്ക് ഓർമ്മയില്ല? വീടൊക്കെ കയറ്റിട്ട് ശരിക്കും അത്ര ലക്ഷറി ആയപ്പോ ഒന്നും ഓർമ്മയില്ല. ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ വീടിന്റെ ആ മതിലിന്റെ അവിടെയായിരുന്നു ഞങ്ങളുടെ കുടുംബശ്രീ. അപ്പുറത്തെ ഉമ്മദാത്തയൊക്കെ എപ്പോഴും ഈ വീട് വെച്ചപ്പോ നമ്മളെ വീടായിട്ടൊരു അത്ര കാണൂല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. പക്ഷെ ഒമ്പതാമത്തെ എന്നാലും ഒരു ദിവസമെങ്കിലും അവിടെ വന്ന് പോകും. ഇപ്പൊ കുറച്ച് ദിവസം തിരക്കിനോട് വരാറില്ല, ഞങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അപ്പൊ എപ്പോഴും ഒമ്പതാമത്തെ എന്തായാലും അവിടെ ഒന്ന് വന്ന് പോകും. അങ്ങനെ ഇപ്പോഴൊന്നും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും സമയമില്ലല്ലോ. പക്ഷെ പണ്ട് ഞങ്ങള്
വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ ആ മതിലിന്റെ മൂലയിലായിരുന്നു അല്ലേ? ഇപ്പൊ എല്ലാവരും വാട്സപ്പിൽ കിട്ടാറുണ്ട്. അതെ, എല്ലാ ദിവസവും അന്ന് ഷെഫിയൊക്കെ ഉണ്ടായിരുന്ന സമയം അന്താക്ഷരി കളിക്കും. അങ്ങനെയൊക്കെ ഒരു ബാല്യകാലം ഉണ്ടായിരുന്നു. നഴ്സിംഗിന് പഠിക്കുന്നു. ഞാൻ ഇല്ലെങ്കിലും രാത്രി ഇവര് തുടങ്ങും. അതെ, എന്നിട്ട് ഷെഫി അവളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തും. അന്ന് കുഞ്ഞുമോളും ഉണ്ടായിരുന്നുണ്ട് ഞങ്ങളുടെ ക്യാമറ. ഒരു വീഡിയോ വന്നപ്പോ എല്ലാവരും വിളിച്ചറിയല്ലേ നിങ്ങളെ കാണിച്ചു തരാം. എനിക്കിപ്പോ മുത്താത്താടെ തിരിച്ചല്ല, ഞാൻ നോക്കണില്ല. എന്താ വെറുതെ പറയണ്ടേ? അല്ല, ഞാൻ ഉറപ്പിച്ചു എന്റെ കല്യാണ ഷൂട്ട് ഇതിന്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞത്. ടോപ്പിക്ക് മറന്നു, എന്നെ കുറ്റം പറയുന്ന മാറ്റി വീടിലേക്ക് വരും. അപ്പൊ അങ്ങനെ ഇപ്പൊ എല്ലാരും ഓരോരോ തിരക്കിലും കാര്യത്തിലേക്കായിട്ട് പണ്ടത്തെ ആ ഒരു ഇങ്ങനെ കാണൂലല്ലോ. പക്ഷെ കാണുമ്പോ എപ്പോഴും നമുക്ക് മനസ്സിൽ ആ ഒരു ഇതുണ്ട്, സൗഹൃദമുള്ള ആൾക്കാരാണ് കേട്ടോ. അവരെ കാര്യം കുട്ടിമോളെ പിന്നല്ല നമ്മൾ ആദ്യം ആ ഒരു ബന്ധമല്ലേ, അപ്പൊ പിന്നെ അത് എന്തായാലും അതെ അങ്ങനെ ഒരുമിച്ച്. അപ്പൊ അതൊക്കെ കഴിഞ്ഞു, ആ കഥയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ശരിക്കുള്ള ഹീറോനെ കാണിച്ചു തരാം. ഇതാണ് നമ്മള് പറഞ്ഞ ശരിക്കുള്ള ഹീറോ. സന്തോഷായിട്ട് ഇത് ജംഷിയാണ് കേട്ടോ. ജംഷി നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 വീഡിയോയിലൊക്കെ ജംഷിന് മുന്നേ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ജംഷിന്റെ ഡ്രീം ഹോമാണ്. എന്തെങ്കിലും 2 വാക്ക് പറയാറുണ്ട് ഇങ്ങനത്തെ വീട്? ഈ വീട് ഇങ്ങനെ എന്താ പറയാ, വീടിന്റെ ഒരു ഭംഗി ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഇപ്പൊ പറയണ്ടല്ലേ, കുറെ കോംപ്ലിമെന്റ്സ് കിട്ടി അവർക്ക് മതിയായിട്ടുണ്ടാവും. പക്ഷെ വീട് ഉണ്ടാക്കിയിട്ട് അറിയാൻ ഒരു ഇഷ്ടത്തോടെ ഉണ്ടാക്കിയതാണ്. അപ്പൊ അതിനെ പറ്റി 2 വാക്ക് പറയുക. എന്നാൽ ഈ വീട് ഇങ്ങനെ ഒരു സ്വപ്ന ഭവനം ചെറുപ്പത്തില് ഉള്ളൊരു മോഹല്ലേ, ഒരു വലിയ വീട് ഉണ്ടാക്കണം എന്നുള്ളൊരു ചെറുപ്പത്തിലുണ്ടായിരുന്നു. ചെറുപ്പത്തിലുള്ള മോഹമാണോ? അപ്പൊ അത് അതുപോലെ ആക്കി എടുത്തല്ലേ. എത്ര വർഷം? 2 വർഷമോ? നമ്മള് കൊറോണ സമയത്താണ് വീട് പണി ആരംഭിച്ചത്. 3 വർഷമായി. അതായത് വിചാരിച്ച പോലെ ഇങ്ങനെ ആവണം എന്ന് വിചാരിച്ച് ഇങ്ങനെ പതുക്കെ അത് അങ്ങനെ സെറ്റാക്കി എടുത്തു. അപ്പൊ ചെറുപ്പത്തിൽ അതിന്റെ മുന്നേ ഒരു വട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ജംഷിക്ക് ചെറുപ്പത്തിൽ അങ്ങനെ നല്ല അടിപൊളി വീട് വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ? ഒരു ഡ്രീം ഹോം തന്നെ അൽഹംദുലില്ലാ അതുപോലെ തന്നെ ഉണ്ടാക്കി. സംഗതി നല്ല ഹിറ്റായി എന്തായിരുന്നു. യാഥാർത്ഥ്യമാക്കി തന്നത് ഇൻഡോമാജിയ ഇന്റീരിയോ. പരസ്യായി അവന്റെ ഫ്രണ്ടും കൂടിയാണ് സമത് അല്ലെ. സമത് അവിടെ എല്ലാവരുടെയും ഫ്രണ്ട് തന്നെയാണ്. അവനാണ് ഇതിന്റെ മൊത്തം ഐഡിയ പ്രൊഡ്യൂസറാണ് അവന്. ബാക്കിയുള്ളതൊക്കെ സമതിന്റെ ആണ് അല്ലെ. അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. സമതിന്റെ ആ ഒരു നമ്പറും കാര്യങ്ങളും വേണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കാട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ഇന്റീരിയർ ഒക്കെ ചെയ്യാനും ഒക്കെ ഉണ്ടെങ്കിൽ. അത്രയാണ് ജംഷിക്ക് വീടിനെ പറ്റി പറയാനുള്ളത് അല്ലെ. ഇനി എന്തെങ്കിലും ഇതുപോലെ മറന്നു വെച്ച ആഗ്രഹങ്ങളുണ്ടോ? ഇല്ല, കഴിഞ്ഞു. വീടിന് മാച്ചായിട്ടുള്ള മുറുകിനും കൂടി ഓരോ സ്വപ്നമുണ്ട്. താഴ്ത്തല്ലേ. റിമോട്ടിലാണ് കേട്ടോ ഗേറ്റ്. ഇതാണ് കേട്ടോ ഈ 2 വീടുകളും. ഇതാണ് നമ്മുടെ ആദ്യത്തെ വീട്. ഇത് ജംഷിന്റെ പുതിയ വീട്. ഞങ്ങൾ ഇത്ര നേരം നിന്നെ കാത്തുന്നില്ല, ഞങ്ങളെ ഒന്ന് കാത്തു നിൽക്കട്ടാ. തീരൂ അവള് വരെ വന്നുണ്ട്. ഗുലാബ് ജാമുൻ തീരും. ഇനി ഞങ്ങൾക്ക് ഫോട്ടോഷൂട്ടിന് വേറെ സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. നല്ല ലൊക്കേഷൻ. അതാണ് ഞങ്ങൾ ഈ വീട് കണ്ട ഏറ്റവും സന്തോഷം. അടുത്ത് തന്നെ നല്ല സ്റ്റുഡിയോ സെറ്റപ്പിൽ ഒരു വീട് കിട്ടി. എന്തായാലും